എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 10ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ അധ്യായമാണ്. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് 2-3 ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ. നമ്മൾ ഇന്ന് എടുക്കുന്നത് 2ാം ലോക യുദ്ധത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1ാം ലോക യുദ്ധവും അതിന്റെ കാരണങ്ങളും അതിന്റെ ഫലങ്ങളുമാണ് ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ 1ാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ തന്നെയാണ് 2ാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചത്. 1ാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യങ്ങൾ, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ 2ാം ലോക യുദ്ധത്തിൽ വിജയിച്ചിരുന്ന രാജ്യങ്ങൾ അതിക്രൂരമായി ഉപദ്രവിച്ചു. അവരുടെ കോളനികളും അവരുടെ സമ്പത്തും എല്ലാം തന്നെ വിജയിച്ച രാജ്യങ്ങൾ വീതം വെച്ചെടുത്തു. ആ കാരണങ്ങൾ തന്നെയാണ് 2ാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചത്. 1ാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് 1914 മുതൽ 1918 വരെയാണ്. ഏകദേശം ഒരു 4 വർഷം നീണ്ടു നിന്നതായിരുന്നു 1ാം ലോക യുദ്ധം. അത് അവസാനിച്ച് ഏതാനും വർഷങ്ങൾക്കിപ്പുറം 1939 മുതൽ 45 വരെ 2ാം ലോക യുദ്ധം ആരംഭിക്കുന്നു. 2ാം ലോക യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഫാഷിസവും നാസിസവും. ജർമ്മനിയിലും ഇറ്റലിയിലും വളർന്നു വന്ന ഈ 2 പുതിയ ആശയങ്ങൾ ലോകത്തിനെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. നോക്കാം എന്തൊക്കെയായിരുന്നു ഈ 2 പ്രസ്ഥാനങ്ങൾ അവിടെ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിന്റെ 2ന്റെയും പൊതുവായ പ്രത്യേകതകൾ പറയുന്നത് ഇവർക്ക് ജനാധിപത്യത്തോട് വളരെ വിരോധമാണ്. സൈനിക സ്വേച്ഛാധിപത്യമാണ് ഇവരുടെ അടിസ്ഥാന ആശയം. തീവ്ര ദേശീയത ഇവർ പ്രചരിപ്പിക്കുന്നു. സോഷ്യലിസത്തെ ഇവർ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു മുതലാളിത്ത രീതിയിലുള്ള ഒരു സൈനിക സ്വേച്ഛാധിപത്യ രീതിയിലുള്ള 2 വ്യത്യസ്ത ആശയങ്ങളാണ്. ഒന്ന് ഫാഷിസവും 2 നാസിസവും. ഫാഷിസം വളർന്നു വരുന്നത് ഇറ്റലിയിലാണ്. നമുക്കറിയാം, ഇറ്റലി 1ാം ലോക യുദ്ധത്തിൽ ഇറ്റലിയുടെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഓസ്ട്രിയ, ഹംഗറി പോലെയുള്ള രാജ്യങ്ങൾ ഇറ്റലിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 1ാം ലോക യുദ്ധം ആരംഭിച്ച് ഏതാനും സമയം കഴിയുമ്പോൾ ഇറ്റലി ആദ്യത്തെ സൈനിക വിഭാഗത്തിൽ നിന്ന്, ഓസ്ട്രിയ ഹംഗറി പോലെയുള്ള വിഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നേരെ മാറി 2ാമത്തെ സൈനിക ശക്തിയിലേക്ക് ചേക്കേറുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള ശക്തികളുടെ കൂടെ ഇറ്റലി പോകുന്നു. അഥവാ അവര് കൂറുമാറിപ്പോകുന്നു. അതോടുകൂടി 1ാം ലോക യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിലായി. യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് നേരെ എതിർകക്ഷിയിലായിരുന്നു. എന്നാൽ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇറ്റലി മറുകണ്ഠം ചാടി. എന്നാൽ അങ്ങനെ വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിലായിട്ടും പരാജയപ്പെട്ട രാജ്യങ്ങളുടെ സമ്പത്ത് വീതം വെച്ച സമയത്ത് ഇറ്റലിക്ക് കാര്യമായതൊന്നും കിട്ടിയില്ല. അങ്ങനെ യുദ്ധത്തിന്റെ പരിഹാരത്തുക അല്ലെങ്കിൽ ഈ യുദ്ധം മുതൽ വീതം വെക്കുന്നതിൽ ഇറ്റലിയെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഒഴിവാക്കിയത് ഇറ്റലിയെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഇറ്റലിയിൽ ഫാഷിസം എന്നുള്ള ഒരു പുതിയ ആശയം രൂപപ്പെടാൻ കാരണമായി മാറിയത്. അതുപോലെ തന്നെ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന മുതലാളിമാർ, അവിടുത്തെ രാജ്യം അല്ലെങ്കിൽ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഒരു സോഷ്യലിസത്തിലേക്ക് മാറുമെന്ന് അവിടുത്തെ മുതലാളിമാരുടെ ഭയം, ഇതും ഫാഷിസം എന്നുള്ള ആശയത്തിനെ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ബെനിറ്റോ മുസോളിനി ഫാഷിസം എന്നുള്ള ഒരു പുതിയ ആശയം ഇറ്റലിയിൽ രൂപീകരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവർക്ക് സൈനിക സ്വേച്ഛാധിപത്യമാണ് ഏറ്റവും അടിസ്ഥാന ഘടകം. ജനാധിപത്യത്തോട് ഇവർക്ക് എതിർപ്പാണ്. യുദ്ധത്തെ ഇവർ മഹത്വവൽക്കരിക്കുന്നു. യുദ്ധം നല്ലതാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിന്റെ ആശയത്തിൽ എന്ത് ചെയ്യുന്നു, ഇറ്റലിയിൽ ഫാഷിസം എന്നുള്ള ഒരു ആശയം വളർന്നു വരുന്നു. ഇറ്റലിയിൽ വന്നിരുന്ന ഈ ആശയത്തിനെ ഇറ്റലിയിലെ തന്നെ വിവിധ ആളുകൾ എതിർത്തിരുന്നു. അവിടുത്തെ സോഷ്യലിസ്റ്റുകളും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു വിഭാഗക്കാരെല്ലാം ഇതിനെ എതിർക്കുന്നുണ്ട്. ഇങ്ങനെ എതിർക്കുന്ന ആളുകളെ എല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ബെനിറ്റോ മുസോളിനി അവിടെ ഒരു പുതിയ സൈനിക ഗ്രൂപ്പിനെ നിയമിക്കുന്നു. കരിങ്കുപ്പായക്കാർ എന്ന് വിളിക്കുന്ന ഒരു പുതിയ വിഭാഗം. ഫാഷിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളിൽ പിന്തുടരാത്ത, അവരോട് വിമുഖത കാണിക്കുന്ന എല്ലാ ആളുകളെയും അടിച്ചമർത്താനും അറസ്റ്റ് ചെയ്യാനും വേണ്ടി ബെനിറ്റോ മുസോളിനി രൂപീകരിച്ച ഒരു പുതിയ സംഘടന, ഒരു സൈനിക ഗ്രൂപ്പ്, അതാണ് കരിങ്കുപ്പായക്കാർ. മുസോളിനിയുടെ ഒരു പോലീസിനെ പറയുന്ന പേരാണ് കരിങ്കുപ്പായക്കാർ.
അങ്ങനെ ഇറ്റലിയിൽ എന്ത് ചെയ്യുന്നു, മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാഷിസം എന്നുള്ള ഒരു സൈനിക സ്വേച്ഛാധിപത്യത്തിൽ അടിസ്ഥാനമായ ഒരു പുതിയ ആശയം വളർന്നു വന്നു. ഏകദേശം ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ മറ്റൊരു പതിപ്പായിരുന്നു ജർമ്മനിയിൽ രൂപം കൊണ്ട നാസിസം എന്ന് പറയുന്നത്. ജർമ്മനിയിൽ നാസിസം രൂപം കൊള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാം ലോക യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട രാജ്യം എന്നുള്ളത് ജർമ്മനിയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ജർമ്മനിയുമായിട്ട് വിജയിച്ച രാജ്യങ്ങൾ വേറെ വേറെ ഉടമ്പടികൾ ഒപ്പുവെക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് വെയ്സായ് ഉടമ്പടി. ജർമ്മനിയുടെ കോളനികൾ അവർ പിടിച്ചെടുക്കുന്നു, ജർമ്മനിയെ നിരായുധീകരിക്കുന്നു, ജർമ്മനിയുടെ സമ്പന്നമായ ഖനികളെല്ലാം തന്നെ അവർ എടുക്കുന്നുണ്ട്. അതോടുകൂടി ജർമ്മനി സാമ്പത്തികമായി തകരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ ഏറ്റ തിരിച്ചടി അത് മറികടക്കാനായിട്ടാണ് ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഫാഷിസം രൂപീകരിച്ചതുപോലെ അതിന് സമാനമായ മറ്റൊരു ആശയം, നാസിസം എന്നുള്ള ഒരു ആശയം അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പിലാക്കുന്നത്. ജർമ്മനിയിൽ വളർന്നു വന്ന നാസിസം അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അവിടെ പുതിയ ഒരു ഭരണം സ്ഥാപിക്കുന്നു. അതിന് അദ്ദേഹത്തിനെ സഹായിക്കുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്കേറ്റ തിരിച്ചടി തന്നെയാണ്. അതിന്റെ ഭാഗമായി ഹിറ്റ്ലർ അവിടെ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതന്മാർ, ഈ 4 വിഭാഗങ്ങളെയാണ് ഹിറ്റ്ലർ ഏറ്റവും ക്രൂരമായിട്ട് വേട്ടയാടുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടാനുള്ള കാരണം ജൂത വിഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ മാത്രം ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുവേണ്ടി മാത്രം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി മാത്രം ഹിറ്റ്ലർ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പുകൾ നിർമ്മിച്ചിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഒരു ക്യാമ്പിൽ തന്നെ 1000-ഓ 10,000 ആളുകളെ കൊണ്ടുവന്ന് ക്രൂരമായി വധിക്കുന്ന ഒരു പ്രവണത ഹിറ്റ്ലർക്ക് അവിടെ ഉണ്ടായിരുന്നു. അമിതമായിരുന്ന ജൂത വിരോധം, ജൂതന്മാരെ എല്ലാം തന്നെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് ഹിറ്റ്ലർ നിർമ്മിച്ചിരുന്ന ഒരു പുതിയ ക്യാമ്പ്, അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് വിളിക്കുന്നത്. ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന സമയത്ത് അവിടെ നിന്ന് ഡയറികൾ എഴുതി പിന്നീട് അവരുടെ മരണശേഷം നമുക്ക് ഡയറികൾ കിട്ടുകയും ആ ക്യാമ്പുകൾ ഉണ്ടായിരുന്ന വിവരങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ നാസി ഭരണ ഭീകരതയുടെ ഏറ്റവും ലളിതമായ രീതിയിൽ അവരുടെ ഭീകരത എങ്ങനെയാണെന്ന് നമുക്ക് തുറന്നു കാണിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുകയും എന്നാൽ പിന്നീട് അവരുടെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട് ആൻ ഫ്രാങ്കും അവരുടെ കുടുംബവും ഒക്കെ. ഹിറ്റ്ലറിന്റെ ആ ഒരു ഭരണകൂട ഭീകരത അവരുടെ ഡയറി കുറിപ്പുകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഒരു പോളിസിയായിരുന്നു ഹിറ്റ്ലർ പിന്തുടർന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും, അദ്ദേഹത്തുമായി സഹകരിക്കാത്ത എല്ലാ രാജ്യങ്ങളെയും ഹിറ്റ്ലർ ആക്രമിക്കുകയും നേരത്തെ ഫാസിസം വളർന്നു വന്നിരുന്ന ഇറ്റലിയുമായി അതുപോലെ ജപ്പാനുമായി ചേർന്ന് ഹിറ്റ്ലർ പുതിയ ഒരു സൈനിക സഖ്യം രൂപീകരിച്ചു. ആ സൈനിക സഖ്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് അച്ചുതണ്ട് ശക്തികൾ. 3 രാജ്യങ്ങളാണ് അച്ചുതണ്ട് ശക്തികളുള്ളത്. 1 ഫാഷിസം നിലനിൽക്കുന്ന ഇറ്റലി, 2 നാസിസം നിലനിൽക്കുന്ന ജർമ്മനി, 3 ജപ്പാൻ. ഇവർ 3 പേരും കൂടി ഒരു പുതിയ സൈനിക സഖ്യം അച്ചുതണ്ട് ശക്തികൾ എന്നുള്ള പേരിൽ രൂപീകരിക്കുകയും അവരുടെ ഭരണകൂടം നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇതിനു ബദലായി മറ്റൊരു സൈനിക സഖ്യം ലോകത്ത് രൂപീകരിച്ചു. അതാണ് സഖ്യശക്തികൾ. ബ്രിട്ടൻ, ചൈന തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രബലമായ രാജ്യങ്ങളായിരുന്നു സഖ്യശക്തികളിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് പോവുകയാണ്. 2 സൈനിക ശക്തികളായിട്ട് ലോകം മാറുന്നു. 1939 രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത് ജർമ്മനി അഥവാ ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിക്കുന്നു. ഹിറ്റ്ലറിന്റെ പോളണ്ട് ആക്രമണത്തോട് കൂടിയിട്ടാണ് രണ്ടാം ലോക യുദ്ധം 1939 ആരംഭിക്കുന്നത്. യുദ്ധം തുടങ്ങി ആദ്യ കാലഘട്ടത്തിലൊന്നും സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയും അമേരിക്കയും രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അവർ ഈ സഖ്യശക്തികൾക്കുള്ള സപ്പോർട്ട് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ആയുധങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ മാത്രമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ നൽകിയിരുന്നത്.
എന്നാൽ പിന്നീട് ജപ്പാൻ അമേരിക്കയുടെ തന്നെ പേൾ ഹാർബർ എന്നുള്ള ഒരു തുറമുഖ നഗരം ആക്രമിക്കുന്നു. അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ റഷ്യയും രണ്ടാം ലോക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ട് ആളുകളും ഉള്ളത് സഖ്യശക്തികൾ എന്നുള്ള വിഭാഗത്തിലാണ്. സഖ്യശക്തികൾ അച്ചുതണ്ട് ശക്തികളെ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അടിച്ചമർത്തുന്നു. സഖ്യശക്തികളുടെ ആക്രമണങ്ങൾ ചെറുത്തു നിൽക്കാൻ സാധിക്കാതെ അച്ചുതണ്ട് ശക്തികൾ ഓരോന്നായി കീഴടങ്ങാൻ തുടങ്ങി. ആദ്യം തന്നെ ജർമ്മനിയും ഇറ്റലിയുമാണ് കീഴടങ്ങുന്നത്. ഹിറ്റ്ലർ പോളണ്ട് ആക്രമിച്ചതോട് കൂടിയിട്ടാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത്. അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് സർവ്വരാഷ്ട്ര സഖ്യം എന്നുള്ള ഒരു അന്താരാഷ്ട്ര കരാർ അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. ആ സംഘടന വളരെ പരാജയമായിരുന്നു. ഹിറ്റ്ലറുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കാനോ അതിനെ പ്രതിരോധിക്കാനോ അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല, അച്ചുതണ്ട് ശക്തികൾ എന്ത് ചെയ്യുന്നു? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അവർ നിരന്തരമായിട്ട് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. അതുപോലെ മുതലാളിത്ത രാജ്യങ്ങൾ, അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങൾ, അവരെന്ത് ചെയ്യുന്നു? അവരും ഇത്തരത്തിലുള്ള ഒരു പ്രീണന നയമാണ് സ്വീകരിച്ചത്. മറ്റ് രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ അതിനെ എതിർക്കേണ്ട ഒരു നടപടികളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് 1939 ആവുമ്പോഴേക്കും അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും നേരിട്ട് യുദ്ധം ആരംഭിക്കുന്നു. രണ്ട് ശക്തികളും നേരിട്ട് യുദ്ധം ആരംഭിക്കുന്നു. അച്ചുതണ്ട് ശക്തികളിൽ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണുള്ളത്. സഖ്യശക്തികളിൽ പ്രധാനമായിട്ടും ചൈനയും ഫ്രാൻസും ബ്രിട്ടനുമാണുള്ളത്. നമ്മൾ പറഞ്ഞു, റഷ്യയും അമേരിക്കയും പിന്നീടാണ് അതിലേക്ക് വന്നു ചേരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അവർ യുദ്ധത്തിൽ പങ്കാളികളായിരുന്നില്ല. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നു? അവർ യുദ്ധത്തിൽ പങ്കാളികളായതോടുകൂടി യുദ്ധത്തിന്റെ ഗതി തന്നെ മാറി മറിയുന്നു. അതുവരെ മുന്നിലായിരുന്ന അച്ചുതണ്ട് ശക്തികൾ പതുക്കെ പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങുന്നു, അല്ല അവർ പരാജയപ്പെട്ടു തുടങ്ങുന്നു. അങ്ങനെ ഇറ്റലിയും ജർമ്മനിയും അവർ കീഴടങ്ങുന്നു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ നിൽക്കുന്നു. ഇറ്റലിയിൽ ഉണ്ടായിരുന്ന മുസോളിനിയെ, അദ്ദേഹത്തിന് അവിടുത്തെ പ്രാദേശികവാസികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ആക്രമണത്തിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. ജർമ്മനിയും അതുപോലെ തന്നെ ഇറ്റലിയും അവരുടെ പരാജയം, രണ്ടാം ലോക യുദ്ധത്തിലെ പരാജയം അംഗീകരിച്ചു. എന്നാൽ അപ്പോഴും പരാജയം അംഗീകരിക്കാതെ നിരന്തരമായിട്ട് ശത്രുക്കളെ ആക്രമിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം. ജപ്പാനെ കീഴടക്കാനായി സഖ്യശക്തികളിലെ റഷ്യയും അമേരിക്കയും ഒരേ സമയം ശ്രമിക്കുന്നു. റഷ്യയുടെ സൈനിക ഗ്രൂപ്പ്, അവരുടെ മിലിറ്ററി ഗ്രൂപ്പ് കരയിലൂടെ റഷ്യയിലേക്ക് പോകുന്നു. എന്നാൽ റഷ്യയിലെ പട്ടാളക്കാർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ എന്നുള്ള നഗരത്തിന് മുകളിൽ ലോകത്ത് ആദ്യമായി അമേരിക് അണുബോംബ് പരീക്ഷിക്കുന്നു. ലോകത്ത് ആദ്യമായിട്ട് അമേരിക്കയാണ് അണുബോംബ് വർഷിക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ എന്ന് പറയുന്ന ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ അണുബോംബ് വർഷിക്കുന്നു. അണുബോംബിന്റെ വർഷണത്തോടു കൂടി ദശലക്ഷക്കണക്കിന് ആളുകൾ ഞൊടിയിടയിൽ തന്നെ മരണപ്പെട്ടു പോകുന്നു. അതിന്റെ അണുവികിരണങ്ങൾ ഏറ്റ് ധാരാളം ആളുകൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഒന്നാമത്തെ ആറ്റം ബോംബ് അല്ലെങ്കിൽ അണുബോംബ് വർഷിച്ചിട്ടും അമേരിക്കയുടെ പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പക തീർന്നിരുന്നില്ല. നമ്മൾ പറഞ്ഞു, ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചതോട് കൂടിയിട്ടാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു പ്രതികാരമായിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ആറ്റം ബോംബ് 3 ദിവസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് 9 നാഗസാക്കി എന്നുള്ള പട്ടണത്തിൽ അമേരിക്ക വർഷിക്കുന്നു. 2 ആറ്റം ബോംബുകൾ വർഷിച്ചതോടുകൂടി ജപ്പാൻ പരാജയപ്പെടുന്നു. ജപ്പാന് മറ്റ് നിവൃത്തിയില്ലാതെ അവർ കീഴടങ്ങുന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ സഖ്യശക്തികൾ വിജയിക്കുന്നു. അച്ചുതണ്ടിലുണ്ടായിരുന്ന ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും പരാജയപ്പെട്ടതോടുകൂടി രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്നു. ആറ്റം ബോംബ് പോലെയുള്ള അല്ലെങ്കിൽ അണുവായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള അണുവായുധങ്ങൾ ഉപയോഗിച്ചാൽ ലോകം തന്നെ ഇല്ലാതാകുമെന്ന് ഭയന്ന്, അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി അതേ വർഷം 1945 ഒക്ടോബർ 24 മറ്റൊരു അന്താരാഷ്ട്ര യൂണിയൻ, ഒരു പുതിയ സംഘടന എല്ലാ രാജ്യങ്ങളും ചേർന്ന് രൂപീകരിക്കുന്നു. അതാണ് ഐക്യരാഷ്ട്ര സംഘടന, UNO എന്ന് ചുരുക്കി വിളിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന. നിലവിൽ ഈ സംഘടനയാണ് ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളുടെ
ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അതായത് ലോകത്ത് ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയാനുള്ള മാർഗങ്ങൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സമാധാനപരമായിട്ട് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് UNOയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ഒരു പരിധിവരെ UNO അതിൽ വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. പൂർണ്ണമായിട്ട് അവർക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഒരു പരിധിവരെ എന്ത് ചെയ്യുന്നു, ലോകത്തിനെ മറ്റൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതെ ഒരു ലോക യുദ്ധമായി മാറാതെ തടയുന്നത് ഒരു പരിധിവരെ ഈ UNO തന്നെയാണ്. ഇന്ന് 193ഓളം രാജ്യങ്ങൾ UNOയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു അന്താരാഷ്ട്ര സംഘടന തന്നെയാണ് ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാമായിരുന്നു യുദ്ധത്തിന്റെ ഫലങ്ങൾ. യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് യുദ്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാരണം. മരണപ്പെട്ടതിൽ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായുള്ള ജനങ്ങളായിരുന്നു. അണുബോംബ് പോലെയുള്ള ആയുധങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നിരപരാധികളായിരുന്ന ഒരുപാട് ആളുകൾ ഈ യുദ്ധത്തിൽ മരണപ്പെടുന്നു. അതുപോലെ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നതും രണ്ടാം ലോക യുദ്ധത്തോട് കൂടിയിട്ടാണ്. ജർമ്മനിയും ജപ്പാനും പോളണ്ടും പോലുള്ള രാജ്യങ്ങൾ തകർന്നു. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളും പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകൾ നിലവിൽ വന്നപ്പോൾ അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ലോകത്താകമാനം വിവിധ കോളനികൾ ഉണ്ട്. ആ കോളനികളിൽ നിന്നുള്ള വരുമാനമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ നിലനിർത്തുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു കോളനി വൽക്കരണം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, യൂറോപ്പിന് കോളനികളെല്ലാം തന്നെ നഷ്ടമായി. ഇന്ത്യ ഉൾപ്പെടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇതിന് ശേഷമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിന്ന് യൂറോപ്പ് സാമ്പത്തികമായിട്ട് തകരുന്നത് രണ്ടാം ലോകത്തിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ്. അപ്പൊ രണ്ടാം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്ന് പറയുന്നത് ധാരാളം ആളുകൾ മരണപ്പെടുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പുതിയ ശക്തിയായിട്ട് മാറുന്നു. യൂറോപ്പിന്റെ സാമ്പത്തികമായിട്ടുള്ള മേൽക്കോയ്മ തകരുന്നു. സാമ്പത്തികമായിട്ട് അവർ തകരാൻ തുടങ്ങി. ഇനി ഒരു യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ള ഒരു പുതിയ സംഘടന ലോകത്ത് രൂപീകരിക്കുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലായിരുന്നു. ലോകം രണ്ട് ചേരികളായിട്ട് മാറി. ഒന്ന് അമേരിക്ക നേതൃത്വം നൽകുന്നു, രണ്ട് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്നു. അങ്ങോട്ട് അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് മറ്റ് ലോക യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അതിനുശേഷം ഉണ്ടായ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ശീത സമരമായിരുന്നു. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ലോകത്ത് ശീത സമരം എന്നുള്ള ഒരു പുതിയ ആശയം കടന്നു വന്നു. ശീത സമരം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ആയുധങ്ങൾ ഉപയോഗിക്കാതെ അവരുടെ ആശയപരമായ സംഘർഷങ്ങളെ പറയുന്ന പേരാണ് ശീത യുദ്ധം അല്ലെങ്കിൽ ശീത സമരം. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ലോകത്ത് മറ്റൊരു യുദ്ധം ഇല്ലാതിരിക്കാൻ ഒരു പരിധി വരെ ഇവർക്ക് ശീത സമരത്തിലൂടെ സാധിക്കുന്നുണ്ട്. അതോടുകൂടി എന്ത് ചെയ്യുന്നു, രണ്ടാം ലോക യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നു. രണ്ട് ലോക യുദ്ധങ്ങൾ ലോകം അഭിമുഖീകരിച്ചു. ഒന്നാം ലോക യുദ്ധവും രണ്ടാം ലോക യുദ്ധവും. രണ്ട് ലോക യുദ്ധങ്ങളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ കാരണങ്ങളും അതിന്റെ ഫലങ്ങളും. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നുണ്ട്. UNO ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലും അതാത് രാജ്യങ്ങളിൽ നടന്നിരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം തന്നെ കോളനികളായി നിന്നിരുന്ന രാജ്യങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. പ്രധാനമായിട്ടും 4 രാജ്യങ്ങളാണ് രണ്ടാം ലോക യുദ്ധാനന്തരം വളരെ വേഗത്തിൽ തന്നെ സ്വാതന്ത്ര്യം നേടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയിരുന്നത് മഹാത്മാ ഗാന്ധി ആയിരുന്നു. അതിന് സമാനമായ മറ്റൊരു രാജ്യമായിരുന്നു ആഫ്രിക്ക. ആഫ്രിക്കയിൽ അവിടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് നെൽസൺ മണ്ടേല എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ ഗാന്ധിയായിരുന്നു. അതുപോലെ ഗാനയിൽ കോമി എൻക്രൂമയും, കെനിയ ജോമോ കെനിയാത്ത, ഇങ്ങനെയുള്ള 4 രാജ്യങ്ങൾ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ഗാന, കെനിയ.
ഈ 4 രാജ്യങ്ങളാണ് രണ്ടാം ലോക യുദ്ധാനന്തരം സ്വാതന്ത്ര്യം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംഘടനകളുടെ രൂപീകരണമാണ്. ഏകദേശം ഇതേ ഒരു സമയത്ത് തന്നെ ലോകത്ത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പോലും ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം, പശ്ചിമ ഏഷ്യയുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഇതുവരെ പരിഹരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു അന്താരാഷ്ട്ര വിഷയം തന്നെയാണ് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ളത്. യഥാർത്ഥത്തിൽ ഒന്നാം ലോക യുദ്ധാനന്തരമാണ് ഇത് കൂടുതൽ രൂക്ഷമാകുന്നത്. ഒന്നാം ലോക യുദ്ധം വരെ പലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം തുർക്കി രാജ്യങ്ങളുടെ കീഴിലായിരുന്നു. തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശം ഒന്നാം ലോകത്തിന്റെ വിജയത്തോടു കൂടി ബ്രിട്ടന് കിട്ടുന്നു. ബ്രിട്ടന് കിട്ടിയതോടുകൂടി ബ്രിട്ടൻ അവിടെ ഉണ്ടായിരുന്ന ജൂത വിഭാഗത്തിന് ഒരു ഉറപ്പ് നൽകുന്നു, അവർക്കായിട്ട് ഒരു പുതിയ രാജ്യം നിർമ്മിച്ചു നൽകാം, ജൂത വിഭാഗത്തിനായിട്ട് പുതിയൊരു രാജ്യം നിർമ്മിച്ചു നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ജൂതർക്ക് ലഭിക്കുന്നു ഒന്നാം ലോക യുദ്ധാനന്തരം. അതുമായി ബന്ധപ്പെട്ട് ജൂതർക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ലോകത്ത് ഒരു പുതിയ സംഘടന നിലവിൽ വന്നിരുന്നു. ഒന്നാം ലോക യുദ്ധമൊക്കെ തുടങ്ങുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ഒന്നാം ലോക യുദ്ധത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാജ്യം നൽകാമെന്ന ബ്രിട്ടന്റെ വാഗ്ദാനം കൂടിയായപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി. സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് അതിന്റെ പേര്. സിയോണിസ്റ്റ് പ്രസ്ഥാനം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സിയോണിസ്റ്റ് പ്രസ്ഥാനം, ജൂതർക്ക് വേണ്ടി മാത്രമായിട്ടൊരു രാജ്യം എന്നുള്ള ലക്ഷ്യം. എന്നാൽ ഒന്നാം ലോക യുദ്ധം അവസാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന കാര്യങ്ങളൊന്നും ബ്രിട്ടനോ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. രണ്ടാം ലോക യുദ്ധം ആകുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്നത് ജൂത വിഭാഗത്തിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറുടെ ജൂതവേട്ട അല്ലെങ്കിൽ അവിടെ നിന്ന് ഭയന്ന് ഒരുപാട് ആളുകൾ ഈ പറയുന്ന പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഭൂപ്രദേശങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് രണ്ടാം ലോക യുദ്ധത്തോടു കൂടി പ്രവേശിക്കുന്നുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിലും വിജയം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഉൾപ്പെട്ടിരുന്ന സൈനിക സഖ്യത്തിനായിരുന്നു. അവിടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയും ഫ്രാൻസും എല്ലാവരും ഉണ്ടായിരുന്ന സഖ്യമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ വിജയിക്കുന്നത്. അതിന്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജൂതർക്ക് മാത്രമായി ഒരു പുതിയ രാജ്യം എന്നുള്ള ആ ഒരു ആശയം കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു. കാരണം ഒന്നാം ലോക യുദ്ധത്തിലും രണ്ടാം ലോക യുദ്ധത്തിലും അവർ എല്ലാം തന്നെ ഈ പറയുന്ന സഖ്യശക്തികളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജർമ്മനിയുടെ, ഇറ്റലിയുടെ, ജപ്പാന്റെ കൂടെ ഒന്നും അവർ പോകുന്നില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യങ്ങളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അതിന് പകരമായി എന്നോണം 1948 ആകുമ്പോൾ ഇസ്രായേൽ എന്നുള്ള ഒരു പുതിയ രാജ്യം തന്നെ രൂപീകരിക്കുന്നു. യഥാർത്ഥത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്താണ് ഈ ഒരു രാജ്യം രൂപീകരിക്കുന്നത്. അമേരിക്കയുടെ ഒക്കെ ഇടപെടൽ വളരെയധികം നടന്നിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു ജൂതരാഷ്ട്രത്തിന്റെ രൂപീകരണം. ഇസ്രായേൽ എന്നുള്ള ഈ ഒരു ജൂതരാഷ്ട്രം അവിടെ നിർമ്മിച്ചപ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു രാജ്യം അവിടെ നിലവിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള പലസ്തീൻ എന്ന് വിളിക്കുന്ന ആ പ്രദേശത്ത് താമസിച്ചിരുന്ന അവിടുത്തെ ജനവിഭാഗങ്ങൾ അവിടെ നിന്ന് മറ്റു പല ഭാഗങ്ങളിലേക്കും പോകാൻ നിർബന്ധിതരാവേണ്ടി വന്നു. അതിന് എതിരെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അവിടെ ജനിച്ചു ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് യാസർ അറാഫത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവിടെ പുതിയ ഒരു സംഘടന ഇതേ കാലഘട്ടത്തിൽ അവിടെ രൂപം കൊള്ളുന്നുണ്ട്. PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ പേര്. പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, രൂപീകരിച്ച ഒരു സംഘടനയാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന PLO എന്ന് പറയുന്ന സംഘടന. പശ്ചിമ ഏഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത്, നമ്മുടെ ഏഷ്യയുടെ തന്നെ ഒരു ഭാഗത്താണ് നിലനിൽക്കുന്നത്. ഇന്നും നമുക്കറിയാം ഈ പറയുന്ന 2 രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം, ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിലും അതിർത്തി പ്രശ്നങ്ങളാണെങ്കിലും ഒന്നും തന്നെ UN ഉൾപ്പെടെയുള്ള ഒരു രാജ്യങ്ങൾക്കും കൃത്യമായി പരിഹരിക്കാൻ സാധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഏകദേശം ഒരുപാട് വർഷത്തോളം പഴക്കമുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിന്റെ ആ സമയത്ത് ഏകദേശമാണത് ആരംഭിക്കുന്നത്. ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ, 100 വർഷങ്ങൾ കഴിഞ്ഞു.
ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ പ്രധാനപ്പെട്ട പോരായ്മകളിൽ ഒന്ന് തന്നെയാണ്. അതാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്ന ആ ഭാഗത്തുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നായിരുന്നു ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ പ്രശ്നവും. രണ്ടാമതായി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന വിവിധ കോളനികൾ സ്വതന്ത്രമാകുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് 1991 ആകുമ്പോഴേക്ക് ലോകം രണ്ട് ചേരികളായിരുന്നു നമ്മൾ പറഞ്ഞു. ഒന്ന് അമേരിക്കയും രണ്ട് സോവിയറ്റ് യൂണിയനും. സോവിയറ്റ് യൂണിയൻ എന്നുള്ള രണ്ടാമത്തെ ശക്തി തകർന്ന് ഇല്ലാതാവുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ ഭരണാധികാരി മിഖായേൽ ഗോർബച്ചേവ്. മിഖായേൽ ഗോർബച്ചേവ് രണ്ട് പരിഷ്കാരങ്ങൾ റഷ്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കാൻ തുടങ്ങി. ഗ്ലാസ്നോസ്ത് അതുപോലെ പെരിസ്ട്രോയിക്ക. ഈ രണ്ട് പുതിയ ഭരണ പരിഷ്കാരങ്ങൾ മിഖായേൽ ഗോർബച്ചേവിന് അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹമാണ് അവിടുത്തെ ഭരണാധികാരി. 1991 കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ഭരണാധികാരിയായിരുന്ന മിഖായേൽ ഗോർബച്ചേവ് രാജിവെച്ചതോടുകൂടി സോവിയറ്റ് യൂണിയൻ എന്നുള്ള ആ ഒരു അന്താരാഷ്ട്ര ശക്തി, അമേരിക്കയ്ക്ക് ബദലായി നിന്നിരുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തുല്യമായി നിന്നിരുന്ന ആ ഒരു ശക്തി തന്നെ ഇല്ലാതാവുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയതും ഒന്നാം ലോകയുദ്ധത്തിലും രണ്ടാം ലോകയുദ്ധത്തിലും അവർക്ക് ഒരുപാട് ആളുകളൊക്കെ നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം തന്നെ കൂടിയായപ്പോൾ എന്ത് ചെയ്യുന്നു, സോവിയറ്റ് യൂണിയൻ എന്നുള്ള ആ ഒരു രാജ്യം തന്നെ ഇല്ലാതാവുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഫലം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി പിന്നീട് ലോകത്തെ നിയന്ത്രിക്കാമെങ്കിൽ ലോകത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തി മാത്രമായിട്ട് ലോകം ഒതുങ്ങിപ്പോയി. മറ്റ് രാജ്യങ്ങളൊന്നും അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളും സാധിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ഒരു ശക്തി ഇല്ലാത്ത അഭാവം മൂലം അമേരിക്ക ഒരു ആഗോള ശക്തിയായിട്ട് മാറി. എല്ലാവരെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ആഗോള ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു, അമേരിക്ക മാറുന്നതും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോട് കൂടിയിട്ടാണ്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ലോകത്ത് ഒരു പുതിയ ലോകം പടുത്തുയർത്തുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെയൊക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത്. നവലോക സാമ്രാജ്യം എന്നാണ് വളരെ ചുരുക്കി അതിനെ വിളിക്കുന്ന പേര്. നവലോകം, ഒരു പുതിയ ലോകം. ഒരു പുതിയ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കമ്പനികൾ, പ്രധാനമായും പറഞ്ഞാൽ അന്താരാഷ്ട്ര കമ്പനികൾ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾ. ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാജ്യങ്ങളിൽ അവരുടെ വാണിജ്യം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന കമ്പനികളെ പറയുന്ന പേരാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. നമ്മുടെ ആപ്പിൾ പോലെയുള്ള കമ്പനികൾ എല്ലാം തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. ഒട്ടുമിക്ക രാജ്യങ്ങൾ അവർക്ക് അവരുടെ വിപണന കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മുതലാളിത്ത രാജ്യങ്ങളിലാണ് അതിന്റെ ഏറ്റവും കേന്ദ്രം, അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഒട്ടുമിക്കതിന്റെയും മുതലാളിത്ത രാജ്യങ്ങളിലാണ്. ആ മുതലാളിത്ത രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികൾ മുഖേന ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. പ്രധാനമായിട്ടും വികസന രാജ്യങ്ങളെയും അവികസിത രാജ്യങ്ങളെയുമാണ് അവർ അതിനുവേണ്ടി നിൽക്കുന്നത്. കാരണം വികസന രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുകൾ ഉള്ളത്. ആ മാർക്കറ്റിനെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം തന്നെ ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒരു നവലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നവ സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു രൂപം. അവിടെ ആയുധങ്ങളോ അല്ലെങ്കിൽ ഒരു പട്ടാള ഭരണമോ അങ്ങനെ ഒന്നും തന്നെ ഒരു രാജ്യത്തിനെ കീഴടക്കുന്നത്. അവരുടെ മാർക്കറ്റിന്റെ മുകളിൽ മേൽക്കോയ്മ നൽകിയിട്ടാണ് ഈ അന്താരാഷ്ട്ര ബഹുരാഷ്ട്ര കമ്പനികൾ അവരെ കീഴടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ലോകത്ത് നിലവിൽ വന്നു. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഈ 3 ആശയങ്ങളിലൂടെ ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ സാമ്പത്തിക ഇടപാടിന്റെ സ്രോതസ്, അവരുടെ മാർക്കറ്റുകൾ ഈ പറയുന്ന നേരത്തെ കോളനികളായിരുന്ന രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ഇത് എവിടെയാണോ നിലവിൽ വരുന്നത് അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള കച്ചവടങ്ങൾ കുറയാൻ തുടങ്ങി. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ഇല്ലാതാവാൻ തുടങ്ങി. എന്നാൽ അതേസമയം ബഹുരാഷ്ട്ര കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഇതേ സ്ഥലത്ത് നിന്ന് അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനും തുടങ്ങി. ഇതിനെയാണ് നമ്മളൊരു നവസാമ്രാജ്യത്വം എന്ന പേരിൽ വിളിക്കുന്നത്. നവലോകം അല്ലെങ്കിൽ നവസാമ്രാജ്യത്വം എന്ന പേരിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഈ ഒരു കുത്തക
അവിടെ ആയുധങ്ങളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. എങ്കിലും എന്ത് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ കീഴിലാണ് ആ രാജ്യത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതിനവരെ സഹായിച്ചതാണ് സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, ആധുനിക ലോകം എന്നുള്ള നമ്മുടെ ഈ 6ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അധ്യായത്തിലുള്ളത് ലോകത്തുണ്ടായിരുന്ന വിവിധ വിപ്ലവങ്ങളും ലോകം നേരിട്ട 2 യുദ്ധങ്ങളും തന്നെയാണ്. ഇതോടുകൂടി 6ാമത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു.